നമസ്കാരം. ശ്രീ എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രം, കുണ്ടന്നൂർ, തുരുത്ത്. ഞാൻ പ്രതീഷ് അപ്പു. ഈ വരുന്ന നവംബർ മാസത്തിലെ 3, 4, 5 തീയതികളിലായി നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്ന മുറജപത്തെക്കുറിച്ചുള്ള അറിവുകൾ തുടരുന്നു. ക്ഷേത്ര ചൈതന്യം നശിക്കാതിരിക്കാൻ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ. ക്ഷേത്ര ചൈതന്യ വർധനയ്ക്ക് തന്ത്രസമുച്ചയത്തിൽ പറയുന്ന 5 പ്രധാന കാര്യങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ളത് ആചാര്യൻ്റെ, അതായത് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും തപശക്തി കഴിഞ്ഞാൽ രണ്ടാമതായി പറയുന്നത് വേദോപാസനയാണ്. നിയമം, ഉത്സവം, അന്നദാനം എന്നിവയാണ് മറ്റു 3 കാര്യങ്ങൾ. ഇവയാണ് ക്ഷേത്ര പുരോഗതിക്ക് കാരണമായിട്ടുള്ളത്. ഈ 5 കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നതിനാലാണ് ഗുരുവായൂരും ശബരിമലയിലും അഭിവൃദ്ധി ഉണ്ടാകുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങൾ കൊണ്ട് മുറജപം, മുറഹോമം, മുറ അഭിഷേകം, വേദപുഷ്പാഞ്ജലി, വാരമിരിക്കൽ മുതലായ വേദോപാസനകൾ കൊണ്ട് ദേവപ്രീതിയും ക്ഷേത്രത്തിന് ഐശ്വര്യവും തദ്വാര ഭക്തജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും വന്നുചേരും. അതുപോലെ തന്നെ ക്ഷേത്ര ചൈതന്യവർദ്ധനവിന് അത്യാവശ്യമായിട്ടുള്ളതാണ് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയും. വേദസംഹിത മുഴുവൻ ഒരു മുറ ദേവസാന്നിധ്യത്തിൽ ജപിച്ച് ആ നെയ്യ് നിവേദ്യത്തിൽ ഉപസ്തരിച്ച് ശേഷം ദേവന് നിവേദ്യവും നടത്തുന്നതാണ് മുറജപം. വേദസംഹിത, പദം, ക്രമം എന്നതുകളിൽ ക്രമപാഠമായി വേദത്തിലെ 10 ഋഗ് മുഖമണ്ഡപത്തിലിരുന്ന് ഉറക്കെ സുരിച്ചു ചൊല്ലി ദേവനെ കേൾപ്പിക്കുന്നതാണ് വാരമിരിക്കൽ. മുറഹോമമാണ് പരമപ്രധാനമായ വേദോപാസന. ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മുറഹോമം നടത്തി തുടങ്ങിയതു മുതൽ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം വർദ്ധിച്ചിട്ടുണ്ട്. പണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഗ്രാമക്കാർ ധനു 1 മുതൽ ഈശ്വരസേവയായി മുറജപവും ഭഗവതി സേവയും നടത്തിയിരുന്നു. ചെമ്മങ്ങാട് നരസിംഹൻ ഭട്ടതിരിപ്പാട് 1000 മുറപുഷ്പാഞ്ജലിയും 1000 മുറ അഭിഷേകവും നടത്തിയ ശേഷമാണ് ഇന്ന് കാണുന്ന അഭിവൃദ്ധിയും ഐശ്വര്യവും ചോറ്റാനിക്കര ക്ഷേത്രത്തിന് ഉണ്ടായത്. ക്ഷേത്ര ചൈതന്യം നിലനിർത്താനും അഭിവൃദ്ധിപ്പെടാനും വേദോപാസന പരമപ്രധാനമാണ്. ഉത്സവബലി, ബ്രഹ്മകലശം, മുറജപം പോലുള്ള താന്ത്രിക ക്രിയകൾ അന്യമായി കൊണ്ടിരിക്കുന്നതുകൊണ്ട് ക്ഷേത്ര ചൈതന്യം അനുദിനം നശിക്കുകയും തദ്വാര ജനക്ഷേമവും ലോകനന്മയും ലക്ഷ്യമാക്കുന്ന ക്ഷേത്ര സങ്കല്പം തന്നെ കീഴ്മേൽ മറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആചാരത്തിൽ അപജയം സംഭവിച്ചാൽ കലഹവും ആയുർനാശം പോലും സംഭവിക്കും.